ഈ അവധിക്കാലം നമുക്ക് എല്ലാവർക്കും ഒരു ഉത്സവകാലം കൂടിയാണ്, സിനിമകളുടെ ഉത്സവകാലം. സിനിമാ പ്രേമികൾക്ക് മുന്നിൽ ഈ അവധിക്കാലത്തെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് നവാഗത സംവിധായകൻ ഋഷി ശിവകുമാർ സംവിധാനം ചെയ്യുന്ന വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി എന്ന ചിത്രം. ഈ ചിത്രത്തിലെ രസകരമായ വിശേഷങ്ങളുമായി താരങ്ങളാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. നമുക്ക് സ്വാഗതം ചെയ്യാം അവരെ ഇന്നത്തെ എപ്പിസോഡിലേക്ക്. ഇതിൽ എത്ര പേര് വള്ളിയും പുള്ളിയും ഒക്കെ തെറ്റിയിരിക്കുകയാണ്? അല്ല, എല്ലാവരും നോർമൽ ആണോ? ആണോ ചക്കോച്ചാ? ഫുൾ തെറ്റിയിരിക്കുന്നത് ചാക്കോച്ചനാണോ? ഞാൻ വെച്ച് രണ്ട് സൈഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഈ രണ്ട് സൈഡിൽ ഇരിക്കുന്നത് നോർമലാണ്. അപ്പൊ എങ്ങനെയാണ് വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി കറക്റ്റ് ആയിട്ട് ചാക്കോച്ചന്റെ അടുത്തേക്ക് എത്തിയത്? അതൊരു നല്ല ചോദ്യമാണ്. ഒരു തെറ്റും കൂടാതെ കറക്റ്റ് ആയിട്ട് എന്റെ അടുത്ത് തന്നെ എത്തി. ഇത് ഋഷി എനിക്ക് നേരത്തെ അറിയാം. അത് പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും എന്ന ലാലുവിന്റെ പടത്തില് എസ് കുമാർജി ആയിരുന്നു ക്യാമറ. അപ്പം കുമാർജിയുടെ അസിസ്റ്റന്റ് ആയിട്ട് ഋഷി അന്നുണ്ടായിരുന്നു. അപ്പം ഋഷിയെ നമുക്ക് കണ്ടാൽ ഒരു സ്കൂളിൽ നിന്ന് ജസ്റ്റ് കോളേജിലേക്ക് കയറിയ ഒരു പയ്യൻ, ആ ഒരു ഫീലേ ഉള്ളൂ. ആ താടിയും മുടിയും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ചേച്ചിയൊക്കെ ഒക്കത്തെടുത്ത് ആ ഒരു മായ ഫീലേ ഉള്ളൂ. അപ്പൊ നമ്മൾ ശരിയായി കേട്ടു നോക്കാം. അപ്പം കഥ പറയാനായിട്ട് ഋഷി വരുന്നു. ഋഷിയുടെ കൂടെ സൂരജ് എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ, രണ്ടുപേരും ഫ്രണ്ട്സാണ്. അപ്പോൾ സൂരജും ആദ്യമായിട്ടാണ് മ്യൂസിക് ചെയ്യുന്നത്. ഇവരാദ്യം വന്നിട്ട് ഇരുന്നു. അപ്പോൾ കൂടെ സൂരജിൻ്റെ കയ്യിൽ ഒരു ബാഗും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഋഷിയുടെ കയ്യിൽ ഫയലും സ്ക്രിപ്റ്റിൻ്റെ ബൈൻഡഡ് സ്ക്രിപ്റ്റും ഉണ്ട്. വന്ന് ശരി പറഞ്ഞോളൂ, ഓക്കെ ഓടിയിരുന്നു. സൂരജ് ബാഗ് എടുത്ത് ഒരു സ്പീക്കർ എടുത്ത് വെക്കുന്നു. എന്താ സംഭവം? പിന്നെ ഒരു ലാപ്ടോപ്പ് എടുത്ത് ഇങ്ങനെ തുറന്നു വെക്കുന്നു. ശരി, അപ്പൊ ഇപ്പോഴത്തെ എല്ലാവരും ലാപ്ടോപ്പിലാണല്ലോ, ഇതെന്താണ് സംഭവം? ഈ സ്ക്രിപ്റ്റ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അങ്ങനത്തെ പരിപാടിയാണെന്ന് ചോദിച്ചു. കുറച്ച് കഴിയുമ്പോൾ ഋഷി സ്ക്രിപ്റ്റ് ബുക്ക് തുറന്നു. ഇതെന്താ സംഭവം? ഋഷി കഥ പറയാൻ തുടങ്ങി, സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ അപ്പൊ അങ്ങനെ ടൈറ്റിൽസ് ഇങ്ങനെ കാണിക്കുമ്പോൾ എന്ന് പറയുമ്പോഴേക്കും അവിടെ നിന്ന് മ്യൂസിക് കൊള്ളാലോ സംഭവം. അതിന്റെ പിന്നെ സീനുകളിൽ വരുമ്പോൾ അതിന്റെ അനുസരിച്ചുള്ള RR ഓരോരുത്തർ ഓരോ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം അവർക്കുള്ള ഇൻട്രൊഡക്ഷൻ RRകൾ, മ്യൂസിക്കുകൾ. പിന്നെ പാട്ടിന്റെ ഏരിയ വരുമ്പോൾ പാട്ട് പ്ലേ ചെയ്യും, അതിന്റെ ഷോർട്സ് പറയും. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം പുതിയ ആൾക്കാരാണ്, ഇവരുടെ ഒരു കാലിബർ എന്താണ്, ഇവരെന്താണ് ചെയ്യാൻ പോകുന്നതിനെ പറ്റി ഒന്നും നമുക്കറിയില്ല, ഒരു ധാരണയില്ല. അപ്പൊ ഇത് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ടാവും, ഇവര് കുറച്ച് അറ്റ്ലീസ്റ്റ് പ്രിപ്പയർഡ് ആണ്. അത് ഒരു സമാധാനമുണ്ട്. പിന്നെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയും ഒരു ഐഡിയ അവർക്കുണ്ടെന്നുള്ളതിനെ പറ്റി നമുക്കൊരു ഐഡിയ കിട്ടും. കവി എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായി. അപ്പൊ അത് കിട്ടും, അത് കിട്ടിയല്ലോ. അപ്പൊ അത് തെറ്റാണ് കിട്ടിയത് കൊണ്ടാണ് വള്ളിയും തെറ്റിയും പുള്ളിയും തെറ്റിയും ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറായത്. ഇത് എന്റെ കാര്യം മാത്രമല്ല, ഇതില് കുറെ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സും ഉണ്ട്, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടേഴ്സും ഉണ്ട്. ഇപ്പം മനോജ് ഏട്ടനുണ്ട്, രഞ്ജി പണിക്കരി ഏട്ടനുണ്ട്, സുരേഷ് കൃഷ്ണനുണ്ട്, സൈജു കുറുപ്പുണ്ട്, ശ്രീജിത്ത് രവിയുണ്ട്. അപ്പം എല്ലാവരും ഉണ്ട്. ഇവരോടെല്ലാവരോടും കഥ ഇതേ രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. അപ്പം ഇതെല്ലാം ഇവർ കേട്ടിട്ട് ഇവർ ഭയങ്കര എക്സൈറ്റഡ് ആയി. അതെ, എനിക്ക് വന്ന് രഞ്ജേട്ടനൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മള് ജസ്റ്റ് ഷിറ്റ് നമ്മള് മേടിച്ചൊക്കെ പോകും, ജസ്റ്റ് റിമെമ്പർ താരതൊക്കെ പറഞ്ഞാല്. പക്ഷെ ഇത് എനിക്കൊന്ന് വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി ഒരു ഫുൾ പാക്കേജാണ്. കാരണം ഒരു നല്ലൊരു കഥയുടെ ബേസ് ഉണ്ട്. അതിൽ എല്ലാം ഉണ്ട്. ഇമോഷൻസ് ഉണ്ട്, ഹ്യൂമർ ഉണ്ട്, ആക്ഷൻ ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, നല്ല നല്ല പാട്ടുകളുണ്ട്, പിന്നെ ഒരു ചെറിയൊരു സസ്പെൻസും സംഭവങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നൊരു ഈ ഒരു വിഷുക്കാലം കഴിഞ്ഞ് ഒരു തൃശ്ശൂർ പൂരത്തിന്റെ ഒരു ഓളമൊക്കെ ഒതുങ്ങിയ ഒരു സമയത്ത് വീണ്ടും ഒരു പൂരത്തിന് ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ പടത്തിന്. അതായത് ഒരു 90 കാലഘട്ടത്തിലാണ് ഈ സിനിമ നടക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു റെട്രോ മോഡേൺ ക്ലാസിക്കൽ കോമഡി എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ ട്രെയിലറൊക്കെ വരുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചുപോയി അഭിനയിക്കാൻ സാധിച്ച നമുക്കും ഇപ്പൊ കാണാനേ കിട്ടാത്ത ഇത്രയും കളർഫുൾ ആയിട്ടൊന്നും ഇപ്പൊ നമുക്ക് കാണാൻ കിട്ടുന്നില്ല. എല്ലാവരും തിരക്കിനിടയിൽ ഒന്ന് പോയി ഉത്സവത്തിനൊക്കെ പോയി തൊഴുതിട്ട് വരുന്നു എന്നല്ലാതെ പണ്ട് കണ്ട ഒരു ഉത്സവകാലമൊക്കെ ശരിക്കും ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് ആദ്യം കാണുന്നത് അനീഷിന്റെ മുഖമാണ് ട്രെയിലറിൽ, ഒരു രാവണനായിട്ട് നിൽക്കുന്നത്. ആ സീനാണോ ശരിക്കും ആദ്യം പറഞ്ഞ് കേൾപ്പിച്ചത്? ഈ മനുഷ്യനെ മനസ്സിൽ കണ്ടിട്ടാണല്ലോ എല്ലാം ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഞങ്ങളെ ക്യാരക്ടേഴ്സ് ഇങ്ങനെ ഓരോന്നും മാറി പറഞ്ഞു. അപ്പോ ഇതില് എച്ചായൻ ഒരു ഹനുമാൻ ഗെറ്റപ്പ് ചെയ്യുന്നുണ്ടല്ലോ, പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു രാവണൻ എനിക്ക് വേണം. കാരണം ഞാൻ അതിനൊരു കാരണം എന്താ വെച്ചാൽ എന്തായാലും
ചാക്കോച്ചൻ മരം ഉണ്ടാവും അവിടെ പോസ്റ്ററിൽ തൊട്ടടുത്ത് എന്തായാലും രാവണനും അതായിരുന്നു എന്നെ പറ്റിച്ചതാണ്. പക്ഷെ ഒരു പറ്റിയതെന്ന് വെച്ചാല് രാമൻ ഇവിടെ ഹനുമാൻ ഇങ്ങനെ ഇരിക്കുന്നു, രാവണൻ ഇവിടെ വന്നാലും പുള്ളിയുടെ തല ഇവിടെ നിൽക്കുന്നില്ല. ഇവിടെയുള്ളു പോസ്റ്റർ അടിച്ചു കഴിയുമ്പോ ഏറ്റവും അറ്റത്താണ് അനീഷിന്റെ തല. അത് ആലോചിച്ചില്ല, ആ വള്ളി തെറ്റിപ്പോയി. ചിന്തിച്ചപ്പോ പുള്ളി വള്ളിയൊക്കെ തെറ്റിപ്പോയി. പ്ലാൻ ചെയ്തിട്ട് എന്റെ തലല്ല രാവണന്റെ പ്രതിമത്തല മാത്രമേ ഉള്ളൂ പോസ്റ്ററിൽ. അങ്ങനെയാണ് രാവണൻ എത്തിയത്. ചോദിച്ചു മേടിച്ച രാവണ വേഷം. അതില് സീമ ചേച്ചി ഇതിനകത്ത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഇപ്പോഴും ഒരുപാട് നാടകവേദികളിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയിരുന്നു ശരിക്കും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം ഒരു നൊസ്റ്റാൾജിയ എന്നുള്ളതിന് അപ്പുറമായിട്ട് ഒരു കുടുംബം, കാരണം എല്ലാവരും യൂത്താണ്. ഋഷിയാണെങ്കിലും കുഞ്ഞുണ്ണി, ക്യാമറ കുഞ്ഞുണ്ണി, പിന്നെ കണ്ടില്ലേ കുറെ, അതെ ചാക്കോച്ചൻ, പിന്നെ അതേ കൂട്ടത്തിലുള്ള ഇതുപോലത്തെ കുറെ എണ്ണം ഉണ്ട്. അപ്പൊ ശരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരു ഉത്സവം നമ്മൾ ഉത്സവത്തിന് നമ്മുടെ വീട്ടിലേക്കൊക്കെ കൂട്ടുകുടുംബമൊക്കെ ഉണ്ടായിരുന്നപ്പോ കുറെ ആൾക്കാരൊക്കെ വരുന്ന കുട്ടികൾ, ആ ഒരു ടൈപ്പായിരുന്നു ലൊക്കേഷൻ കംപ്ലീറ്റ്. ആ ഉത്സവ ഇതൊക്കെ എടുക്കുന്ന സമയത്ത് ബോറടിക്കാതിരിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ തന്നെ കലാഭവൻ അനീഫയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിറയെ ഓഡിയൻസ് വന്നിരിക്കുകയാണ്, പൈസയൊന്നും കൊടുക്കാതെ തന്നെയാണ് അവർ ഉത്സവം കാണാൻ എന്നുള്ള രീതി. ചാക്കോച്ചനെയൊക്കെ കാണാമല്ലോ, അത്രയും ജനങ്ങൾ വന്നിരിക്കുകയാണ്. അവിടെ കലാഭവൻ അനീഫിക്ക മിമിക്രി നടത്തുന്നു. ഷെറിജ് അല്ലേ, ഷെറിജ് പാട്ട്, അനീഷ് മിമിക്രി, പാട്ട്. അതായത് ശരിക്കും ഒരു ഷൂട്ടിംഗ് അങ്ങനെ ഒരു ഫീൽ ആയിരുന്നില്ല. നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലുള്ള അനീഷ് മിമിക്രിയൊക്കെ ചെയ്തു. ഒരു കോമ്പറ്റീഷൻ വെച്ചു, ഞാൻ അഭിനയിച്ച് കാണിക്കുന്ന ആരെയാണെന്ന് കണ്ടുപിടിക്കണം. ആർക്കും കിട്ടില്ല, ആർക്കും പറയാൻ ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് അവിടെ അവതരിപ്പിച്ചത് ആരെയാണ്? ഇതെന്തെങ്കിലും എല്ലാവരും കണ്ടുപിടിച്ചിരിക്കും. ഞാനിപ്പോ വെച്ചാൽ ആൾക്കാരുടെ പക്ഷെ ആ സമയത്ത് ചെയ്യുന്നു. ആ സത്യമല്ലേ പറഞ്ഞത്? ശരിക്കും ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചത്. സലീം കുമാർ ആണ് അവിടെ. പിന്നെ പരീക്ഷണാർത്ഥം ഇന്ദ്രജിത്ത് ഇന്ദ്രേട്ടനെ എല്ലാം. പക്ഷെ എന്നാലും ഒരെണ്ണം പോലും അതിന് തിരിച്ചറിഞ്ഞില്ല. ഞാൻ ചെയ്ത് കാണിക്കട്ടെ. ഇനിയിപ്പോ എന്റെ അടുത്ത് പറഞ്ഞല്ലോ സലീം കുമാറാണ്. ആ ശരി, ഞാൻ മാമുക്കോനെ ചെയ്യാം. അപ്പൊ കിട്ടും. എനിക്ക് മനസ്സിലായി. അതെ, മാമുക്കോന്ന് പറയാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. നല്ല ബുദ്ധിയാണ്. നിങ്ങൾക്കറിയോ, അങ്ങ് ദുബായിൽ 11 ഉയരത്തിൽ ഒട്ടകത്തിന്റെ പുത്തേന് സാരി വെച്ച് പല കറക്കുന്ന പണിയാണ്. ഈ മണവാള നിങ്ങളുടെ പേരും വേഷം പത്രസും എല്ലാം വെറുതെ. ഇത് കണ്ണപ്പേട്ടൻ, ഇത് തോമസേട്ടൻ. അപ്പൊ തോമസേട്ടൻ ഇത് മാമുക്കോയെ സലീം കുമാർ ആയതാണോ? സലീം കുമാറാണെന്ന് മനസ്സിലായി, പറയിപ്പിച്ചു ഞാൻ. അതാണ് ടെക്നിക്ക്. ഈ ബുദ്ധി നേരത്തെ ഇത്രയും ദിവസം ചാക്കോച്ചന്റെ കൂടെ അഭിനയിച്ചില്ലേ? ചാക്കോച്ചനെ അഭിനയിച്ചു നോക്കിയോ? അത് ഇത് ഒരു എന്റെ നാച്ചുറൽ ആക്ടിങ് ആണ്. മിമിക്രി ചെയ്യാൻ പറ്റില്ല. ഇതുവരെ ഞാൻ മിമിക്രി വേദികളിൽ പുള്ളിനെ അനുകരിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പൊ അതൊരു വ്യത്യസ്തമായിട്ടുള്ള പിടികൊടുത്തിട്ടില്ല. പക്ഷെ ഉണ്ട്, ലുക്കിൽ ചെയ്തിട്ടുണ്ട് പലവരും, പക്ഷെ ശബ്ദത്തിൽ കിട്ടിയിട്ടില്ല ആർക്കും തോന്നുന്നു. അങ്ങനെ ആർക്കും പിടികൊടുക്കാത്തൊരു ശബ്ദം. നമുക്ക് പരിചയമില്ലാത്ത കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ. അതെ അതെ. ഈ ചിത്രത്തിലൂടെ സുബിനും മിഥുനും ഈ ഒരുപാട് ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. സുബിന്റെ ആദ്യത്തെ അനുഭവമാണ്. അഭിനേതാവെന്ന ഒരു ഇത് മാത്രമല്ല, ഈ ചിത്രത്തിൽ ഒരുപാട് തസ്തികകൾ ഈ തലയ്ക്ക് മുകളിലുണ്ട്. അത് അറിയാതെ ആയിപ്പോയതാണെന്ന് പറയുന്നു. പോസ്റ്റർ ഡിസൈനിങ്, പോസ്റ്റർ ഡിസൈനർ കം ആക്ടർ കം എന്തൊക്കെയോ ആണ്. അപ്പൊ പോസ്റ്റർ ഡിസൈനിന്റെ ഇവിടെ ചോദിക്കാം, എന്തുകൊണ്ട് എന്റെ തല മാറ്റി രാവണന്റെ തല മാത്രം ഉൾപ്പെടുത്തിയത്? ആ തല ഇവിടെയാണ്. ഞാൻ ശരിക്കും പോസ്റ്റർ ഡിസൈനർ ആയിട്ടാണ് പടത്തിൽ വരുന്നത്. ആക്ടിങ്ങിനോട് അന്നും താല്പര്യമുണ്ട്, പക്ഷെ ഋഷി ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു 6 വർഷത്തെ കാത്തിരിപ്പിനോട് മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അഭിനയം കഴിഞ്ഞപ്പോ ഋഷി നന്നായിട്ട് പറഞ്ഞു. അല്ല, വള്ളിയും പുള്ളി തെറ്റി എന്തെങ്കിലുമൊക്കെയാണോ പറഞ്ഞത്? നല്ലതാണോ പറഞ്ഞത്? കുഴപ്പമില്ല. മിഥുന്റെ കഥാപാത്രം എങ്ങനെയാണ്? വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി പറയുമ്പോഴത്തേക്ക് എന്തൊക്കെ തെറ്റിപ്പോ മിക്കവാറും. എന്റെ കഥാപാത്രത്തിന്റെ പേര് അപ്പുണ്ണി എന്നാണ്. അപ്പുണ്ണി തിയേറ്ററിൽ ഇച്ചായന്റെയും മാധവേട്ടന്റെയും പെറ്റാണ്. തിയേറ്ററിന്റെ തെറ്റാണോ?
അതെ. ഇതാണ് എൻ്റെ കഥാപാത്രം. അധികം ഡീറ്റെയിലിംഗിലേക്ക് പോകുന്നില്ല, കണ്ടു മനസ്സിലാക്കിയാൽ മതിയെന്ന്. മിഥുനും ചോദിച്ച് ആഗ്രഹിച്ച് മേടിച്ചതാണോ അതോ വന്നെത്തിയതാണോ? ഈ പടത്തിൽ ആദ്യമായിട്ട് കാസ്റ്റ് ചെയ്യപ്പെട്ട നടൻ ഞാനാണ്. അഭിമാനത്തോടെ ഞാൻ പറയുന്നത്. അതിനുശേഷമാണ് കുറെ നല്ല ആൾക്കാരെ വേണം. ചാക്കോച്ചന്റെ കഥാപാത്രത്തെ കുറിച്ച് പറയും. കാരണം ഇവരെല്ലാവരും ഇച്ചായ എന്നാണ് ഇപ്പോൾ വിളിക്കുക. അതായത് ഇപ്പോഴത്തെ സ്നേഹം കൊണ്ട് വിളിക്കുന്നതാണോ അതോ ഈ സിനിമയിൽ ഇച്ചായനാണോ അല്ലെങ്കിൽ വേറെ കഥാപാത്രത്തിന്റെ പേരെന്താണ്? ഇതില് വിനയൻ എന്നാണ് എൻ്റെ കഥാപാത്രത്തിന്റെ പേര്. ശരിക്കും ജനിച്ചപ്പം എൻ്റെ സിനിമയിലെ എൻ്റെ അച്ഛൻ എനിക്ക് പേരിട്ടത് പ്രേം നസീർ എന്നായിരുന്നു. അപ്പം ഹിന്ദുവായ പ്രേം നസീറിനെ കൊണ്ട് അമ്മ അമ്പലത്തിൽ പോയി കഴിയുമ്പം നക്ഷത്രം ഇത് പേര് പ്രേം നസീർ എന്ന് പൂജാരി ഒന്ന് നോക്കും എന്താണ് ആളെ കളിയാക്കലാണോ. അപ്പൊ അതിൽ ദേഷ്യപ്പെട്ടിട്ടാണ് അമ്മയാണ് പിന്നീട് പേര് മാറ്റി നീ ഇനി വിനയചന്ദ്രൻ അങ്ങനെ അറിഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ. അപ്പൊ വിനയനാണ്. വിനയൻ ഈ ശ്രീദേവി ടോക്കീസിന്റെ പ്രൊജക്ടർ ഓപ്പറേറ്ററാണ്. മാധവന്റെ ഏട്ടൻ്റെ കൂടെ നടക്കുന്ന ഒരു കക്ഷി. പിന്നെ ഇവരുടെ കൂട്ടത്തിലുള്ള ഈ ബാച്ചിലുള്ള കൂട്ടത്തിൽ ഒരു സീനിയർ ആയിട്ടുള്ള കക്ഷിയാണ് മനോജ് കെ ചേർന്ന നീർ എന്ന് പറയുന്ന കഥാപാത്രം. നീർ പുള്ളി മരങ്കേറ്റമാണ്, കള്ളിയത്തൊക്കെയാണ് പ്രധാന പരിപാടി. നീർ എന്നാണ് പുള്ളി വിളിക്കുന്നത്. അപ്പൊ ഇവരെല്ലാവരും ഒരു ഗ്യാങ് ആണ്. പാലാട്ടുകര, ഈ രണ്ട് കരക്കാർ തമ്മിലൊരു കഥയാണ്. വടക്കും ഭാഗം പാലാട്ടുകര. പാലാട്ടുകര സെക്ഷനാണ് ഞങ്ങള്. അപ്പൊ ഇവര് തമ്മിലുള്ള ചെറിയ ചെറിയ ഇടിയും രസകരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അവരുടെ ഇടയിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഉത്സവം. അവിടുത്തെ ഒരു മെയിൻ വിഷയമാണ്. ഡാൻസ് ട്രെയിലറിൽ കാണുമ്പോൾ തന്നെ പണ്ടത്തെ കുറെ സ്റ്റെപ്പ് ഒക്കെ ആയിട്ട് കൂടെ നിങ്ങൾക്കും കളിക്കേണ്ടി വന്നു. പൊന്നെ ഞങ്ങൾ കളിക്കേണ്ട കൂടെ മനുഷ്യൻ കടന്നിട്ട് റബ്ബർ പാല് കുടിച്ച ചാട് കടന്നിട്ട് ഞങ്ങൾക്ക് എത്താതെ പോയിട്ട് തൊട്ടടുത്ത് നിൽക്കാൻ പറ്റില്ല. പിന്നെ ഒരു അടുത്തിരുത്തിക്കൊണ്ട് പറയുന്നല്ല, ഒരു പോസിറ്റീവ് ഒരു എനർജി വൈബ് ഉണ്ട്, അത് നമുക്ക് കിട്ടും. അതിന്റെ ഒരു ഗുണം മാത്രം ഉണ്ട് ഞങ്ങൾക്കൊക്കെ ആ സംഭവത്തിൽ. അതാണ് ഇതിന്റെ ഒരു പ്രധാന ഘടകം. ഞാൻ ബാക്കി ആരെങ്കിലുമൊക്കെ ആക്ടേഴ്സ് കാണുന്നുണ്ടാവും പ്രോഗ്രാം സ്വാഭാവികമായിട്ട്. പക്ഷെ എന്നാലും പറയാം, ഞാൻ മലയാള സിനിമയിൽ വർക്ക് ചെയ്തിട്ട് ഇങ്ങനൊരു പോസിറ്റീവ് എനർജി ഇത്ര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളുടെ കൂടെ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല. ചാക്കോച്ചനാണ് എല്ലാ സ്റ്റെപ്പും പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്താൽ ഇന്നത്തെ ലഞ്ച് ചാക്കോച്ചന്റെ എന്താണെങ്കിലും എല്ലാ സ്റ്റെപ്പും ചാക്കോച്ചനാണ് പഠിപ്പിച്ചത്. സോങ്ങിന്റെ സൂരജാണ് പുതിയ മ്യൂസിക് ഡയറക്ടറാണ്, സൂരജ് എസ് കുറുപ്പ്. അപ്പൊ സൂരജ് തന്നെയാണ് മിക്ക പാട്ടുകളും ലിറിക്സ് വരെ എഴുതിയത്, പാടുകയും ചെയ്തിട്ടുള്ളത് ഈ ആദ്യം വന്നപ്പോൾ. അതിനുശേഷം കുറച്ച് നല്ല ആൾക്കാരെ കൊണ്ട് പഠിച്ചു. പക്ഷെ അതല്ല, ഇപ്പം ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളൊന്നാണ് കണ്ണുകൾ കാലിടേറി എന്ന് പറയുന്നത്. അത് സൂരജ് തന്നെയാണ് വരികൾ എഴുതിയതും പാടിയതും സൂരജ് തന്നെയാണ്. അപ്പം ഇവര് ഈ പാട്ടുകൾ ആദ്യം കേൾപ്പിച്ച പോലെ വാത്തേ പൂത്തേ എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. അത് ഭയങ്കര പെപ്പി ആയിട്ടുള്ള ഒരു ഭയങ്കര ഫാസ്റ്റ് നമ്പർ സാധനമാണ്. അതിന് ഇവര് തന്നെ ഇപ്പം സുബിന്, സൂരജ്, ഋഷി, വൈശാഖ്, അങ്ങനെ ഇവരുടെ ഒരു ടീമുണ്ട്. ബിനോജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രാഫിക്സിന്റെ ഒക്കെ ടീമുണ്ട്. ഇവരെല്ലാവരും ഒരു ഗ്യാങ്ങാണ്. ഇവർ തന്നെ ഈ പാട്ടിന് ഡാൻസ് കമ്പോസ് ചെയ്യുന്നു, ഷൂട്ട് ചെയ്യുന്നു, ഒരു മേക്കിംഗ് വീഡിയോ പോലെയൊക്കെ തന്നെ ഇവർ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൽ ഇവരുടെ ഒരു എനർജി ഭയങ്കര രസമായിരുന്നു. അപ്പൊ ആ ഒരു എനർജിയാണ് ശരിക്കും എനിക്ക് കിട്ടിയത്. അത് ഷെയർ ചെയ്ത് കൊടുത്തു. പക്ഷെ പിന്നീട് അരയത്തു ചക്ര എന്ന് പറയുന്ന സോങ് ഉണ്ട്. അതും ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ അതൊരു ഭയങ്കര ഒരു ഫാസ്റ്റ് നമ്പർ ആയിരുന്നു, കുറെ പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അതുപോലെ സീമ ചേച്ചി ചാക്കോച്ചൻ അമ്മയുടെ കഥാപാത്രമാണോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. ഞാനേ ഉണ്ടായിരുന്നുള്ളൊരമ്മ. അതെ, കാരണം എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അതിനു മുമ്പ് പുള്ളിപ്പുലിയും എൽസമ്മ എന്ന ആൺകുട്ടിയൊക്കെയാണ് ചെയ്തത്. അതിലൊന്നും എനിക്ക് അമ്മയാകാനുള്ള ഭാഗ്യം കിട്ടിയില്ല. ഇതിലെനിക്കത് കിട്ടി. ഞാൻ നികത്തി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടെയാണ്. വയറ് നിറച്ച് വഴക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഈ വേഷം ചെയ്തത്. അല്ല, അതെ, കാരണം സ്വന്തം മോനെ പോലെ തോന്നുമ്പോഴല്ലേ നമുക്ക് അത്രയ്ക്കും അങ്ങനെ ഒരു ഫീലിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞങ്ങൾ ഉള്ള ഒരു സീനൊക്കെ ഉണ്ട്. ആ സീനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പല സംഭവങ്ങളും വന്നിട്ടുണ്ട്. അത് സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റും. ഒരു ഒറ്റ ഷോട്ടിൽ തന്നെ എടുക്കുമ്പോൾ നമ്മള് എൻ്റെ അത് സിനിമ ഞാനത് കൂടുതലായിട്ട് പറയുന്നില്ല. അതൊക്കെ നല്ല രസമായിട്ട് പോകുന്നുണ്ട്. അപ്പം അമ്മയും മോനുമായിട്ടുള്ള സീൻസൊക്കെ ഭയങ്കര രസമാണ്. നന്നായിട്ട് ഈ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റിയത്. ആക്ഷൻ ഓറിയന്റഡ് സീനുകൾ
അപ്പൊ വേറെ കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ പോസിറ്റീവ് എനർജി പാസ് ചെയ്യുന്ന പറഞ്ഞില്ല, അതുപോലെ ഭാഗ്യം മുഴുവൻ അങ്ങോട്ട് കൊടുത്തു. കാരണം ഇനി അടുത്ത ആരുടെ അമ്മയായിട്ട് അഭിനയിക്കാൻ പോകുന്ന അറിയോ? വിജയുടെ. അല്ല, വിജയുടെ അമ്മയായിട്ടല്ല, വിജയുടെ മൂവിയാ ചെയ്യാൻ പോകുന്നത്. മാറ്റി പറയരുത്. ഞാൻ ഭാഗ്യം കൊടുത്തു. അതെ അതെ, ചിലപ്പോ എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗ്യം ചിലപ്പോ അതിലേക്കായിരിക്കും അല്ലേ അടുത്ത ഭാഗ്യം കിട്ടാൻ പോണേ. അപ്പോ സീമ ചേച്ചി ഇപ്പൊ ചാക്കോച്ചനിൽ കണ്ട ഏറ്റവും വലിയൊരു ഗുണം, മകനായിട്ട് അഭിനയിച്ചപ്പോ കണ്ട ഏറ്റവും വലിയൊരു ഗുണം എന്താന്ന് പറയാം? അല്ല, കാരണം നമുക്ക് മകനായിട്ട് തോന്നുന്നുണ്ട്, തോന്നി അത് തന്നെ ഏറ്റവും വലിയ ഗുണം. അല്ല, ഓമനത്തുള്ള ഒരു മോനാണ്, പക്ഷെ കയ്യിലിരിപ്പ് ഒന്നും ശരിയല്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ദേഷ്യം എന്താണെങ്കിലും അമ്മയ്ക്ക് കാണും. അമ്മയ്ക്ക് എത്ര പ്രതീക്ഷയല്ലേ മോനില്ലേ. അപ്പൊ മോൻ കാണിക്കുന്നത് കുഞ്ഞു കുഞ്ഞു കുരുത്തക്കേടുകളാ, അതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ അമ്മയും മോനും തമ്മിൽ ഒരു പ്രശ്നമില്ല. നമുക്ക് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന ഒരു അമ്മയും മോനും ആയിരിക്കും. തീർച്ചയായിട്ടും. അല്ലേ? അമ്മയ്ക്കും നാടകത്തിൽ റോളുണ്ടോ? എന്തോ നാടകത്തിൽ? ഇല്ല, നാടകത്തിൽ കൈയടിക്കുന്ന റോളുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്ന റോളുണ്ട്. ആ 2 റോളാണ്. മോന്റെ ഹനുമാൻ ആ നാടകത്തിലുള്ള റോള്. ഹനുമാൻ വേഷം കെട്ടിക്കൊണ്ട് വന്നപ്പോ അമ്മ പറഞ്ഞു, മോനെ അച്ഛനെ പോലെ തന്നെ. അച്ഛൻ കേക്കണ്ട, അച്ഛനെ പോലെ തന്നെ തന്നെ. അപ്പൊ എന്തായാലും പക്ഷേ പ്രേം നസീറിന്റെ ആ ഒരു ഇതില്ല, സൗന്ദര്യം ഇല്ലേ. പിന്നെ അല്ല, ആദ്യം ഇട്ടിരിക്കുന്നത് പ്രേം നസീറിന, പക്ഷെ കളിയാക്കലൊക്കെ നേരിടേണ്ടി വരുമ്പോഴാണ് ഞാൻ വിനയചന്ദ്രൻ ആക്കിയത്. അതിലും ആ വിനയചന്ദ്രൻ എന്നുള്ള പേരും ഈ മുഖവും കൂടെ നോക്കിക്കേ, ശരിക്കും നല്ല പറഞ്ഞേ, നല്ല വിനയം തോന്നുന്നുണ്ട്. അങ്ങനെ പേര് വിട്ടു. പ്രേം നസീർ എന്ന് പറയുമ്പോ പ്രേം നസീറിനെ കുറിച്ച് ഓർക്കുമ്പോ എപ്പോഴും ചിരിച്ചൊരു മുഖത്തോട് കൂടിയിട്ട് അങ്ങനല്ലേ നമുക്ക് തോന്നുന്ന സൗന്ദര്യമൊക്കെ. നോക്കിക്കാൻ മുഖത്തോട്ട് എല്ലാം ശരിയാണ്. VTPT നിങ്ങൾ പറഞ്ഞല്ലോ, എല്ലാം നീട്ടി പറയുന്ന ഇത്തിരി ബുദ്ധിമുട്ട്. ആ ചിത്രത്തിലെ മറ്റൊരു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നായികയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് കണ്ടിരുന്ന ബേബി ശ്യാമിലി, ഇനിയിപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല, ശ്യാമിലി എന്ന് തന്നെ പറയണം. ശ്യാമിലിയാണ് നായിക. ചേച്ചിയുടെയും അനീതിയുടെ ഒക്കെ നായകനായ വ്യക്തിയാണ് അവിടെ ഇരിക്കുന്നത്. വേറെ ഒന്നും ഞാൻ പ്രായം കൂട്ടി പറഞ്ഞതല്ല, അങ്ങനെ ഒരു ഉദ്ദേശമേ എനിക്കില്ലായിരുന്നില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ശ്യാമിലിയുടെ നായകനായിട്ട്? ഇതിൽ ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, പുള്ളിയൻതെറ്റിയിലെ സീനുകളെല്ലാം നേരത്തെ തന്നെ എഴുതിയതാണ്. അപ്പം കഥ പറയാൻ വരുമ്പോൾ ആരാണ് നായിക എന്നുള്ളതൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ശ്യാമിലിയിലേക്ക് വരുന്നത്, ശ്യാമിലി ഫിക്സ് ആകുന്നു. അപ്പം അത് കഴിഞ്ഞ് ഇപ്പം ഈയിടയ്ക്ക് ഞാനൊരു ഒരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കണ്ടൊരു ഫോട്ടോ കണ്ടത്, അനീതിപ്രാവില് ശാലിനിയുടെ ജനലിന്റെ അവിടെ വന്നിട്ട് ഞാനിങ്ങനെ നിൽക്കുന്നു. അതേപോലെ തന്നെ 19 വർഷങ്ങൾക്ക് ശേഷം അനീതിയുടെ മുറിയുടെ അവിടെ ജനലിൽ ഞാനിങ്ങനെ സ്വഭാവത്തിന് ഒരു മാറ്റം പഴയ ആള് തന്നെയാണ് ഞാൻ. ഇതുവരെ കയറിയിട്ടില്ല, ജനലിന്റെ പുറത്ത് മാത്രം. അനീതിപ്രാവിന്റെ സെറ്റിലൊക്കെ ശ്യാമിലി വന്നിട്ടുണ്ടോ? കുഞ്ഞു ശ്യാമിലി വന്നിട്ടുണ്ടോ? ഇല്ല. ഞങ്ങള് ശരിക്കും ഹരികൃഷ്ണൻസിലാണ് ഒരുമിച്ച് അഭിനയിച്ചത്. പക്ഷെ ഒരേ സീനിൽ ഇതുവരെ വന്നിട്ടില്ല. സിനിമയിൽ ഹരികൃഷ്ണൻസിലാണ് അഭിനയിച്ചിട്ടുള്ളത്. പക്ഷെ ഇതെല്ലാം വളരെ കോയിൻസിഡന്റ് ആയിട്ട് നടക്കുന്നതാണ്. അത് ജീവിതത്തിന്റെ ഏറ്റവും വളരെ രസകരമായിട്ടുള്ള കൗതുകങ്ങളാണ്. അത് എൻജോയ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഇവര് ആദ്യമായിട്ട് ഈ ചിത്രം പറയാൻ വന്നപ്പോ, ചിത്രത്തിന്റെ കഥ പറയാൻ വന്നപ്പോ ഒരു ചാക്കോച്ചന്റെ മനസ്സിലുണ്ടായിരുന്നു, ഇനി എന്നെ ഒരു പ്രൊഡ്യൂസറായിട്ടാണോ എന്റെ അടുത്ത് വരുന്നത്, അതോ ഞാൻ തന്നെ അഭിനയിക്കുന്നു പറയാനാണോ വരുന്നത്? അങ്ങനെ ഒരു ആശങ്ക ഈ അടുത്ത കാലത്ത് മനസ്സിൽ വരാറുണ്ടോ? വേറെ ആൾക്കാർ കഥ പറയാൻ വരുമ്പോഴോ? എന്നെ ഇനി പ്രൊഡ്യൂസറായിട്ട് കണ്ടിട്ടാണോ വരുന്നത്, അതോ എന്നെ നായകനാക്കാൻ വേണ്ടി തന്നെയാണ്? ഞാൻ പ്രൊഡ്യൂസർ ആയതിപ്പം കൊച്ചവ പൗലോ അയ്യപ്പ കോയിലോ എന്ന് പറയുന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ശരിക്കും ഒരു പ്രൊഡ്യൂസറിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. എൻ്റെ ഡേറ്റ് കിട്ടിയിട്ട് വേറെ പ്രൊഡ്യൂസറെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സിദ്ധാർത്ഥൻ്റെ അടുത്ത് വന്ന് കഥ പറയുന്നത്. പക്ഷെ കഥ കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. എന്നിട്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു, ഞാൻ പ്രൊഡ്യൂസർ ആയിക്കോട്ടെ, അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യായിരുന്നു. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അല്ലാതെ കഥ പറയാൻ വരുന്നവരെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ള അങ്ങനെ ഒന്നും ആഗ്രഹിച്ചു വരാറില്ല. പക്ഷെ പുതിയതായിട്ട് സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഫോൺ കോൾ അകലെയുള്ള പ്രൊഡ്യൂസർ ആയിരിക്കും ചാക്കോച്ചൻ? ഒരു ഫോൺ കോൾ അതിൽ വേണം, അവർ നേരിട്ട് കഥയൊക്കെ റെഡിയാണ്, കഥയൊക്കെ റെഡിയാണ്. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ, അല്ലാതെ നിർബന്ധിച്ച് പ്രൊഡ്യൂസർ ആക്കാൻ പറ്റില്ല. അപ്പോ എങ്ങനെയുണ്ടായിരുന്നു ചാക്കോച്ചന്റെ കൂടെയുള്ള ആദ്യത്തെ സിനിമ അനുഭവം? ഒന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഇവരിലെല്ലാവരും ഉള്ളൊരു പ്രത്യേകത, ഇവരെല്ലാവരും ഈ സിനിമയുടെ പ്രോസസ്സിങ് നടക്കുമ്പോൾ, കഥയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എല്ലാവരും പ്രണയത്തിലായിരുന്നു. എല്ലാവർക്കും പ്രേമങ്ങളുണ്ടായിരുന്നു. ഇവരുടെ എല്ലാം കാമുകിമാരും ഭാര്യമാരും എല്ലാവരും ലൊക്കേഷനിൽ വരുമായിരുന്നു. അങ്ങനെ പൂത്ത് തരളിതമായിട്ടുള്ള ഒരു പൂക്കാലമായിരുന്നു ശരിക്കും എന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനും കാര്യങ്ങളും. ഇതിന്റെ വേറൊരു അത് ഞാൻ പറയണോ?
അല്ല ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും പറയണം. ഇവരുടെ പ്രണയം ഉള്ള സമയമാണ്. അപ്പോൾ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ സൂരജും സുബിനും ഒരു റൂമിലാണ് കിടക്കുന്നത്. ഒരു ബെഡിൽ തന്നെ മൂടി വെച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ സൂരജ് മ്യൂസിക് ഡയറക്ടർ കിടന്ന് നല്ല ഉറക്കമോ കുറുകുമലി ഉറക്കുന്നുണ്ടെങ്കിൽ എന്തോ ഒരു സൗണ്ട്, ഒരു പല്ലി ചലക്കുന്ന ഒരു സൗണ്ട് കേൾക്കുന്നത്. സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു പല്ലിയായിരിക്കും. പക്ഷെ ഇന്നലെ ഇത്ര നേരം പല്ലിയോ കണ്ണൊക്കെ കാണുന്ന നോക്കിയപ്പോ ഒന്നുമില്ല. ഇവിടുന്നാണ് പുള്ളി അങ്ങോട്ട് തിരിഞ്ഞ് എന്തോ ഫോണിലാണെന്ന് മനസ്സിലായി. ആർക്കും ഇങ്ങനെ വെളുപ്പിന് 2 മണി 3 മണി ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക. സൂരജ് പെട്ടെന്ന് പതുപ്പ് സുബിൻ പെട്ടെന്ന് ഞെട്ടിയിട്ട് ഇത് അച്ഛനാ അച്ഛനാന്ന് സൂരജ് എന്നാ ഞാനും അച്ഛനൊരു മോർഗ. എന്തെങ്കിലും പറയാനുണ്ടോ സുബിൻ ഈ അവസരത്തിൽ? അച്ഛനെ കെട്ടിയവനാണ്. അച്ഛനെ ഞാൻ കെട്ടി. അച്ഛനെ കെട്ടി. അപ്പൊ അതിനുശേഷം ഭാര്യ വരുമ്പോ ഞങ്ങൾ എല്ലാവരും സുബിന് അച്ഛൻ വന്നിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ടാണ് ആക്ട് ചെയ്യുന്ന ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, എന്ത് കാര്യം ചെയ്യുമ്പോഴും പുള്ളി നമുക്ക് പറഞ്ഞു തരും ഓരോ കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് ചെറിയ ടെൻഷൻ ചെയ്ത് പിന്നെ പുള്ളി ഒന്ന് വിളിച്ച് മാറ്റി എടുത്തിട്ട് കൂളാക്കിയിട്ട് വിഷമിക്കുന്നതിനൊക്കെ അച്ഛനുണ്ട്. എന്തുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പോയി വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി കാണണം? ഏറ്റവും ആദ്യത്തെ കാര്യം അത് കാശ് മുടക്കിയ പ്രൊഡ്യൂസർക്ക് കാശ്. നമ്മുടെ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റിയുടെ ട്രെയിലർ തിയേറ്ററിൽ വേറെ സിനിമയുടെ ഇന്റർവൽ സമയത്ത് ട്രെയിലർ കാണിക്കുമ്പോൾ ആ ട്രെയിലർ കണ്ടിട്ട് ഓഡിയൻസ് കൈയടിച്ചു എന്ന് പറയുന്നത് തന്നെ അതിന്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക, ഈ VTPTക്ക് കിട്ടുന്ന ഏറ്റവും ആദ്യത്തെ ഒരു പ്രോത്സാഹനം തന്നെയാണ്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ്. എൻ്റെ ലൈഫിൽ ഇത്രയും നീണ്ട ഒരു സിനിമാ ജീവിതത്തിനിടയിൽ എൻ്റെ സിനിമയുടെ ഒരു ട്രെയിലർ കണ്ടിട്ട് തിയേറ്ററിൽ കൈയടി കിട്ടുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ്. അപ്പോൾ അതേ കൈയടി തന്നെ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി സിനിമ കണ്ടു കഴിഞ്ഞിട്ടും ആൾക്കാർ കൈയടിക്കും, സന്തോഷത്തോടു കൂടി കൈയടിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി എന്ന ചിത്രം വലിയൊരു ചുവടുവയ്പാവട്ടെ. സുബിനും അനീഷിന്റെ രാവണൻ കഥാപാത്രം ഒരിക്കലും ആദ്യം മനസ്സിൽ നിന്ന് പോവാതെ ഇങ്ങനെ നിൽക്കട്ടെ. ചാക്കോച്ചൻ എന്നും നിൽക്കുന്ന പോലെ ഈ ചിത്രത്തോടെ തീർച്ചയായിട്ടും ഒരു പടി പിന്നെയും മുമ്പിലേക്ക് കയറും. മിഥുൻ അടുത്ത സിനിമയിൽ ആദ്യം മിഥുനായിരിക്കട്ടെ കാസ്റ്റ് ചെയ്യുന്നത് ഏത് ചിത്രമായാലും. ചേച്ചി അതുപോലെ വിജയ് ചിത്രത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതേപോലെ ഇനി ഉയർന്നു പോട്ടെ. എല്ലാവരുടെയും വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി എല്ലാവർക്കും ഒരു വലിയ ശരിയായി മാറട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.